ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ബീഫ് കൊണ്ടുള്ള ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം മസാലയൊന്ന് റെഡിയാക്കി എടുക്കണം. ഈ ചൂടായ പാനിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അത് രണ്ടും ഞാനിവിടെ പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് രണ്ടും ഏകദേശം ഓരോ ടേബിൾ സ്പൂണോളം ഉണ്ട്. അത് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സവാളയാണ് എടുത്തിരിക്കുന്നത്. അതും പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതിലൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. അതിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു 3-4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ബീഫ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള ബീഫ് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 350 ഗ്രാം ബീഫ് ഉപ്പും അല്പം മസാലയൊക്കെ ചേർത്ത് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉപ്പൊക്കെ ചേർത്താണ്. അതുകൊണ്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ബീഫ് വേവിക്കാൻ നേരം അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്താണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഈ മസാലപ്പൊടികളിലേക്ക് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുക. ഞാൻ മിക്സിയിലിട്ടിട്ടാണ് അതൊന്ന് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 350 ഗ്രാമോളം ബീഫുണ്ട്. ഇനി അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയുള്ള ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇതൊന്ന് ചെറുതായിട്ട് തണുക്കുന്ന സമയത്ത് ഇതിനു വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങളൊന്ന് ചെയ്യാം. ഇനി നമുക്ക് ഈ ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയുള്ള പത്തിരി ഒന്ന് റെഡിയാക്കി എടുക്കണം. 2 തരത്തിൽ നമുക്ക് പത്തിരി തയ്യാറാക്കി എടുക്കാം. ഒന്നെങ്കിൽ ഇങ്ങനെ ദോശ പോലെ ചുട്ടെടുക്കാം, അല്ലെങ്കിൽ ചപ്പാത്തി പോലെ പരത്തിയും പത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ മൈദ ഉപയോഗിച്ച് ഇങ്ങനെ ചപ്പാത്തി പോലെ പരത്തിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഈ പാത്രത്തിലോട്ട് ഒരു 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ കുഴച്ചെടുത്ത മാവ് ഇനി ബോളുകളാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കണം. ഞാൻ ഈ ബോളെല്ലാം ഒന്ന് എളുപ്പത്തിന് വേണ്ടി പ്രസ് പാനിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ചപ്പാത്തി പോലെ ഒന്ന് പരത്തിയെടുക്കാം. നമ്മളിപ്പോൾ ഏത് പാത്രത്തിൽ വെച്ചാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചായിരിക്കണം നമ്മുടെ ഈ ചപ്പാത്തിയുടെ വലുപ്പവും. അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഇരിക്കുന്ന പരുവത്തിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ പരത്തിയെടുക്കുക. ഈ 1 ഗ്ലാസ് മാവിൽ നിന്ന് 5 പത്തിരിയാണ് ഉണ്ടാക്കാൻ പറ്റിയത്. ഈ പരത്തിയെടുത്ത മൈദ കൊണ്ടുള്ള പത്തിരിയെല്ലാം ഇനി ചെറുതായിട്ടൊന്ന് നമുക്ക് ചുട്ടെടുക്കണം. ഇനിയിപ്പോൾ ഈ പാനിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു വശപ്പായിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതങ്ങനെ മൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ട് ഒന്ന് ആയാൽ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെടുത്ത് മാറ്റാം. അതുപോലെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഈ ബീഫ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട കൊണ്ട് നമുക്കൊരു മുട്ടയുടെ കൂട്ടുണ്ടാക്കിയെടുക്കണം. ഇതിലോട്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർക്കാൻ പോകുന്ന ഒരു 1/4 കപ്പ് പാലാണ്. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫ്രഷ് മിൽക്കാണ് ഞാനിതിൽ ചേർക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ പാത്രത്തിലാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തടവി കൊടുക്കണം. ഇനി നമ്മൾ മുമ്പേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ മൈദ കൊണ്ടുള്ള പത്തിരിയും ഈ മുട്ടക്കൂട്ടിലൊന്ന് മുക്കിയിട്ട് നല്ലതുപോലെ അതിൻ്റെ 2 വശവും ഒന്ന് മുക്കിയെടുക്കണം. അതിനുശേഷം ഈ പാത്രത്തിലേക്ക് അത് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് ബീഫിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം.
ഇപ്പോൾ ആദ്യത്തെ ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് അടുത്ത മൈദ കൊണ്ടുള്ള പത്തിരിയും ഇതുപോലെ മുട്ടക്കൂട്ടിൽ മുക്കി ഇതിൻ്റെ മുകളിലോട്ട് വെക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടും ഇതുപോലെ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കണം. ഏറ്റവും മുകളിലത്തെ പത്തിരിയുടെ മുകളിൽ മാത്രം ഫില്ലിങ്ങിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ 5 പത്തിരി ഞാൻ ഈ പാത്രത്തിലോട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ ബാക്കി വരുന്ന മുട്ടക്കൂട്ട് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ സൈഡിൽ കൂടെ വേണം ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ ആദ്യം. എന്നാലേ ഉള്ളൂ ആ സൈഡ് ഭാഗത്തുള്ള ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ലാകത്തുള്ളൂ. അതിനുശേഷം ബാക്കി വരുന്നത് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പാത്രം അടച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നല്ല ഹൈ ഫ്ലെയിമിലൊന്ന് വെക്കണം. അന്നേരത്തേക്ക് ആ പാത്രം നല്ലതുപോലെ ഒന്ന് ചൂടാകും. അതിനുശേഷം തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനാണ്. ഇതൊരു 10 മിനിറ്റിന് ശേഷം ഞാൻ ഈ സോസ് പാന് വേറൊരു ഫ്രൈങ് പാൻ്റെ മുകളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ദോശക്കല്ലിൻ്റെ മുകളിലോട്ട് മാറ്റി വെച്ചാലും മതി. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ കരിയാതെ നമുക്ക് കിട്ടും. എന്നിട്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതൊരു വേറൊരു ഫ്രൈങ് പാനിലോട്ടൊന്ന് മറിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിനി ഗ്യാസ് ഓഫാക്കുവാണ്. അതിനുശേഷം ഇതൊരു അല്പം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇതുകൊണ്ട് നമ്മുടെ ബീഫ് ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ലെയറുകളൊക്കെ നല്ലതുപോലെ കാണാം. ഇഫ്താർ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.